വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നരച്ച മുടി എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് കറുപ്പിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണേ. നേരെ നിങ്ങൾ ഏത് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി നല്ല തണുപ്പാണല്ലേ. ഏകദേശം ഒരു 10 മണിയാവുന്ന വരെ നല്ല തണുപ്പാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ക്ലൈമറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അരിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് പൊങ്ങി കിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തലേ ദിവസത്തെ നല്ല പൊങ്ങിയ മാവ് ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്ത് ഒരു ഗ്ലാസ് ജാറിലോ കണ്ടെയ്നറിലോ ഒക്കെ ഇട്ട് നമ്മൾ ഫ്രീസറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നോ രണ്ടോ ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബേക്കിംഗ് സോഡയോ ഇനയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് മാവ് നല്ല സോപ്പ് പത പോലെ നമുക്ക് പൊങ്ങി കിട്ടാൻ ഇത് മാത്രം മതിയാവും കേട്ടോ. ഞാൻ അരച്ചെടുത്ത മാവിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ വെള്ളം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് ചൂടുവെള്ളത്തിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ എത്ര മാവാണോ അരച്ച് വെച്ചത് അതിന്റെ ഡബിൾ ആയിട്ട് നമുക്ക് നല്ല സോപ്പ് പത പോലെ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ തേങ്ങയൊക്കെ വറുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് അരയ്ക്കാൻ വെക്കുകയാണെങ്കിൽ മിക്സി ജാറൊക്കെ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുരിങ്ങയില. മുരിങ്ങയില കഴുകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എത്ര തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും അതിൽ വെള്ളം പിടിക്കാതെ ഉണങ്ങിയ പോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇതുപോലെ കുറച്ച് മഞ്ഞളും ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ എല്ലാ ഇലയിലും നന്നായിട്ട് വെള്ളമൊക്കെ പതിഞ്ഞ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന മുരിങ്ങയിലയാണെങ്കിൽ അതിലുള്ള വിഷാംശങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ വഴുതന ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയതായതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വെച്ചിട്ടും ഇല്ലാതെയും ഒക്കെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഞെട്ടോട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പുഴുക്കളും അതുപോലെ തന്നെ കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ചട്ടി നന്നായിട്ട് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് കുറച്ച് കൊച്ചുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 2 തക്കാളി, കുറച്ച് തേങ്ങ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഇതൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതിയാവും. ഇനി മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് പൊടി ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക്, ഉലുവ, അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും കൂടെ ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. വഴുതനങ്ങ കഴിക്കാത്തവരും പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. ഇനി ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇത് എണ്ണയിൽ വഴറ്റിയതാണ്, എന്നാൽ ഈ ഒരു അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ആവശ്യത്തിന് പുളിയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ റെസിപ്പി തന്നെയാണ് കേട്ടോ. ചോറിന് ഇത് മാത്രം മതിയാവും, വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല വഴുതന അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വഴുതനങ്ങ കഴിക്കാത്തവർക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ്. തമിഴ്നാട്ടിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയുള്ളിയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ താളിച്ചൊന്നും എടുക്കുന്നില്ല, എന്നാൽ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാത്തവരും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ്
ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നോൺ വെജൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും ഇഷ്ടമാവും ട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മൺചട്ടിയിൽ കിടന്ന് വറ്റിയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. വഴുതനയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല വഴന്നിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു വഴുതന ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടുള്ള ചോറിലൊന്ന് കുഴച്ച് കഴിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കുമല്ലോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിത്തലയൊന്ന് ചെറുതായിട്ടൊന്ന് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അടുപ്പിന് വേണ്ടിയിട്ട് ഒരു തവി ഞാൻ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകെണ്ണയോ അല്ലെങ്കിൽ വേപ്പെണ്ണയോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കർപ്പൂരം നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കൈ തൊടാനുള്ളൊരു ചൂടായ സമയത്ത് നമുക്ക് വേദനയുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ ചുമ, ജലദോഷം, കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ നെഞ്ഞിലും വേദനയുള്ള ജോയിൻറ്റ് പെയിൻ ഒക്കെ വരുമല്ലോ, അവിടെയൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉള്ള സ്ഥലത്തും അതുപോലെ തന്നെ ചുമ, കഫക്കെട്ട്, ജലദോഷമുള്ള സമയത്ത് നെഞ്ഞിലും മൂക്കിലൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മൾ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ പെട്ടെന്ന് നമുക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല പാടാണ്. വല്ലാണ്ട് നമുക്ക് ഗ്യാസും ചിലവാകും, നമ്മുടെ സമയവും നഷ്ടമാവുന്നതാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ രാവിലെ എണീച്ച ഉടനെ നമ്മൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാസ്ക് എടുത്ത് നന്നായിട്ട് ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഏതാണോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് അത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് 15 മിനിറ്റ് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മളുടെ പയറുവർഗ്ഗങ്ങളൊക്കെ സോക്കായിട്ട് കിട്ടുന്നതാണ്. രാവിലെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലിയും തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് പഴയ ഫ്ലാസ്ക്കാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാസറോൾ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ഫ്ലാസ്കിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. നന്നായിട്ട് നമ്മുടെ മുതിരയൊക്കെ സോക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലൊക്കെ അരി വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലേക്ക് പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അരി വാങ്ങിച്ച് വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ഗ്രാമ്പു മാല രൂപത്തിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ പരിസരത്തേക്ക് തന്നെ പാറ്റ, പല്ലി അതുപോലെ തന്നെ അരിയിൽ എപ്പോഴും കാണുന്ന വണ്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല കേട്ടോ. ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് പ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അരിയായാലും അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളായാലും എങ്ങനെ നമുക്ക് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അടുത്തതായിട്ട് പുട്ടുകുറ്റി ഇല്ലാതെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസും ചിരട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് തേങ്ങയും, പുട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ആ രീതിയിൽ തന്നെ ഇതുപോലെ കുറച്ച് തേങ്ങയും മാവും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ തന്നെ നമുക്ക് ചിരട്ടിയിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ ചിരട്ടിയോ എടുത്തിട്ട് ഈ രീതിയിൽ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടിലും ഇതുപോലെ ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇഡലി പാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ട പാത്രമില്ലേ അതിൽ വേണമെങ്കിലും ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അധികം തന്നെ പുട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുട്ടിൻ്റെ അതേ ഷേപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നീളമുള്ള ഗ്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി പുട്ട് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ്. ചിരട്ടയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇങ്ങനെ നിങ്ങൾ പുട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിരട്ടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം.
നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ തോലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നിറയെ തോലുണ്ട്. ഞാൻ ഡെയിലി തൊലിക്കുന്ന തോലൊക്കെ എടുത്ത് വെച്ചതാണ് ട്ടോ. ഇതുപോലെ നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഓൾറെഡി വെളുത്തുള്ളി തോല് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്തായാലും ഈ വെളുത്തുള്ളിയുടെ തോല് അതുപോലെ തന്നെ സവാളയുടെ തോലൊന്നും വെറുതെ കളയില്ല. കുറച്ച് സമയം ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ആണ്. അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ അതിന്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെയാണ് ട്ടോ വറുത്തെടുക്കേണ്ടത്. ഇപ്പൊ നല്ല ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഇടികല്ലിന്റെ ഒരൽ ഉപയോഗിച്ച് ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മിക്സി ജാറിലിട്ടിട്ട് ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇത് ജസ്റ്റ് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് പൊടിച്ചെടുത്ത് കുറച്ചധികം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ നമ്മളെ വെളുത്ത മുടിയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് വാസ്ലൈൻ വെച്ചിട്ടാണ് ട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് വാസ്ലൈൻ. വാസ്ലൈൻ വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡൈ അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നെറ്റി ഭാഗത്തൊക്കെ കുറച്ച് വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡൈ ഒന്നും നമ്മളെ മുഖത്തൊന്നും ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡൈ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിലേക്ക് കുറച്ച് വാസ്ലൈൻ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും അത് ഒലിച്ചിറങ്ങി ഒന്നും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ മുടിയിൽ നിൽക്കുന്നതാണ്. ഇതുപോലെ തേച്ചാൽ 5-10 മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിയിൽ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും. വെളുത്ത മുടി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വാസ്ലൈനോ ഗ്ലിസറിനോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല വെള്ളത്തിൽ ഒരു തുള്ളി പോലും അലിഞ്ഞു പോകുന്നില്ല. ഞാൻ എല്ലായിടത്തും ഇതുപോലെ ലൈവായിട്ടാണ് ഇവിടെ തേച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിലും ഇത് പ്രവർത്തിക്കുന്നത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.